ടൈം മൊബൈലിലാണ് സാറ്. ഇവിടെ മുമ്പിൽ കൂടെ വന്ന് ആരെങ്കിലും പെരക്കകത്ത് കയറിപ്പോയാൽ പോലും അറിയില്ല. നമ്മൾ വെളിയിൽ നോക്കുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ ഒരാളിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വെറുതെയാ, ഒന്നും കേൾക്കുകയില്ല, ശ്രദ്ധിക്കത്തുമില്ല. ഇവിടെ ഒരാൾ വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് എന്നാ പറ്റിയെന്ന് ചോദിക്കുക. ആരാന്നോ? ഞാൻ പപ്പയുടെ കാര്യം പറഞ്ഞാണേ. പടക്ക പൊട്ടിയാൽ പോലും അറിയില്ല, അതുപോലെ ശ്രദ്ധിക്കുകയില്ല കൂട്ടൊരാൾ. അപ്പോൾ മൊബൈല് നോക്കുവാണേ അപ്പം വന്നിരിക്കുവേ. ഇതിങ്ങനെ കാണിച്ച ഒന്നും അറിയത്തില്ല. അപ്പോഴത്തേനെനിക്ക് ഇതെന്നാ ലോക ചോദ്യമാണ് കുഞ്ഞു പിള്ളേരുടെ കൂട്ട്. ഇനി അത് പറഞ്ഞൊക്കെ കൊടുക്കണേ. അതാണ് മമ്മി. ഇടയ്ക്ക് അടിയുണ്ടാവും കുറച്ച്. കണ്ടോ ഇതാ ഇങ്ങനെ പ്രശ്നം. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ? മമ്മിക്ക് എൻ്റെ പൊട്ട ഫോണ് ശരിയായി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഓടിക്കുക. ബ്രോഡ്ബാൻഡ് ഉള്ളതുകൊണ്ട് അതിനകത്ത് സിമ്മെല്ലാം കട്ടായി കിടക്കുന്നതാണേ. ഒരു ചുമ്മാ താൽക്കാലിക സിമ്മിട്ട് കൊടുത്തായിരുന്നു. ഒന്നും മിണ്ടായിക്ക് ഇപ്പം പറയണ്ടോന്ന്. ഞാൻ വീഡിയോ പിടിക്കുക. മമ്മി എന്തെങ്കിലും കുശുമ്പോ കുന്നായ്മയായിരിക്കും പറയണേ. ഇന്നത് ഇന്നത്തോടെ കേട്ടോ, ഇന്നത് എനിക്ക് വയ്യേ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ മിണ്ടരുത്. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അതാ പറഞ്ഞേ. മമ്മി എന്തെങ്കിലും കുശുമ്പോ കുന്നായ്മയായിരിക്കും പറയണേ. നാട്ടുകാർ വീട്ടിൽ കേൾക്കോ? ഒന്നും വേണ്ട, പേരുപയോഗിച്ചുള്ള സംഭവം വേണ്ട. വേണ്ടാത്തോണ്ടാ എനിക്ക് ഇപ്പം കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണ്ട. അയ്യോ, ഇവിടെ വെള്ളത്തിന് പൊരിഞ്ഞ ദാരിദ്ര്യം. എനിക്ക് വെള്ളത്തിന് നല്ല ദാരിദ്ര്യം, അത് ഓക്കെ. ഞാൻ പള്ളിയിൽ ഇപ്പോൾ കൊണ്ടുപോയതാണ് വെള്ളമേ. ആ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പെരക്കകത്ത് പോലും കയറിയില്ല. പള്ളിയിൽ പോയിട്ട് ഇവിടെ ഇരിക്കുക. ആ വെള്ളം ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ്. അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയില്ല. ഞാൻ ഓർത്തു ആ വെള്ളമേലും ഇങ്ങ് കുടിക്കട്ടെ എന്ന്. വെള്ളം കുടിക്കുക ഇതുപോലെ മടി. കാപ്പി വെള്ളം കുടിക്കുക ചൂടത്ത് എന്നതാ. ഒന്നുമില്ല എൻ്റെ കണ്ണേ, അത് വേർപ്പ, കരഞ്ഞൊന്നുമല്ല. ചിലരിടയ്ക്ക് എന്നോട് പറയും കരഞ്ഞോ, എന്നാ കരയാ? മമ്മിയെ ബാബുരാജിനെ പോലീസ് വിളിച്ചു. ബാബുരാജാണ് മമ്മി. ബാബാ സുരേഷൻ എന്ന് പറയുന്ന ബാബു സുരേഷൻ. ഇപ്പം അങ്ങനെയായി. ദാഹിച്ച് പൊരിഞ്ഞ് നിൽക്കായിരുന്നു. ഇവിടെ വെള്ളം ഇല്ലാഞ്ഞോ? വെള്ളമുണ്ടല്ലോ, ഞാൻ ചുമ്മാ കുടിച്ചിരുന്നു. ആരും ചുമ്മാ കുടിക്കരുത് വെള്ളം. ദാഹിക്കുമ്പോൾ കുടിക്കണം. ദാഹിച്ചില്ലേലും ഈ വേനലായം കൊണ്ട് കുടിക്കണം എന്നാണ് പറയുന്നത്. അയ്യാ, കുഞ്ഞാവ് എപ്പോഴും വെള്ളം കുടിക്കുന്നതിന് അവൾ വഴക്കാം. എടാ അങ്ങനെ കുടിക്കണ്ടെന്ന്. അത് എന്നും പറയും. മൂത്രം ഒഴിക്കുമ്പോൾ മഞ്ഞ, നീ വെള്ളം കുടിക്കരുതടാ, വെള്ളം കുടിക്കരുതെന്ന്. എന്നിട്ടിപ്പം വെള്ളം കുടിക്കുന്നതിന് വഴക്ക്. ഞാൻ പറയും മിണ്ടിപ്പോന്ന്. വേനയ്ക്ക് വെള്ളം കുടിക്കുന്നത് കൂട്ടാൻ പാടില്ല. അല്ലാത്ത നോർമൽ അന്തരീക്ഷം ഉള്ളപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിൽ ഐശ്യുള്ളൂ. പൂച്ച അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. പൂച്ച ഊട്ടി രക്ഷ വിട്ടത് കണ്ടോ. പൂച്ചേനെ എന്തൊക്കെയോ ഒന്ന് ആക്രമിച്ചേ. പല തവണ തട്ടിപ്പോകാൻ വന്ന എന്തോ ഐസിന് എന്തൊക്കെയോ ഉണ്ട് പൂച്ചയ്ക്ക്. എന്നാ മറ്റേ ഓലച്ചാലി അല്ല മണ്ടേ, ഓലഞ്ഞാലി. മമ്മി ഓലച്ചാലി എന്നാ പറഞ്ഞ, അതാ പറഞ്ഞതല്ലേ. ഓക്കെ പോട്ടർന്ന് എന്ത് കാണിക്കാനാ? വല്ല തണലത്തും പോയിരിക്കട്ടെ. ആ മുള്ളനാത്ത പറിക്കണം. അതിന് ചെറിയ ഇതുണ്ട്. ഞാൻ മമ്മീനോട് പറഞ്ഞിട്ടുണ്ട് വീട്ടുപേര് ചേർത്ത് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഓരോന്ന് വീട്ടുപേരെ ആൾക്കാരുടെ പേര് ചേർത്തൊന്ന് പറയുന്നു. അന്നേരത്തേക്ക് ഇരുന്നിട്ട് കുണുകുണുകുണുകുണാന്ന് പറയുമല്ലേ. എന്നാ മമ്മി ഇതാ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ അറിയുന്നുണ്ടോ? ഇത് ഞാൻ വീഡിയോ പിടിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു മമ്മിയെ. ബാബേ 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 മമ്മിയുടെ മകനെ കാണാമല്ലോ. എൻ്റെ പൊന്നെ കുഞ്ഞാപ്പി അതിന് വൈകുന്നേരം വരത്തുള്ളൂ. അച്ചാച്ച ജോലിക്ക് ചേട്ടായി ജോലിക്ക് പോകുമ്പോഴല്ലേ കൊണ്ടേ വിടണേ. ഞങ്ങളുടെ ചെത്തിപ്പൂ കണ്ടോ മഞ്ഞ മഞ്ഞ.
ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു ഇപ്പം ഇന്നലെ ഒഴിച്ചു ഇപ്പൊ കൊണ്ട വെള്ളം ഒഴിച്ച് എന്നാ മണ്ട് പരിപാടിയാന്നേ. രാവിലെ ആ അങ്ങനെ പറ. എന്നാത്തര പോയിട്ട് അയ്യ അത് ഇന്നലെ ഇട്ട ഞാൻ കണ്ടത്. ഞാൻ വെള്ളം എല്ലാം ഒഴിച്ചതാ രാവിലെ. ഇതെൻ്റെ കേട്ടോ ഈ ചീര. ഇതെൻ്റെ 3 മറ്റേ ചങ്ങടി ഓ 2 ഇത് പേരയാ. പേരയും ചീര. ഇത് എൻ്റെയാ പേരയും ചീര. ഞാൻ എവിടെന്നോ ഞൊണ്ടിക്കൊണ്ടു വന്ന തുളസി അല്ല തുളസി. തുളസി ആ തുളസി. തുളസി ഈ വെള്ളത്തുളസി ഇതിൻ്റെയൊക്കെ പേരെന്നാണ് ആർക്കെല്ലാം അറിയാമെങ്കിൽ പറഞ്ഞെന്നെ. എന്നത് ഇത് ചീര പൊന്നാരിച്ചീര. പുന്നാരിച്ചീര ഇതല്ല വേണ്ടേ. ഇത് ഞാൻ പൊന്നു പോലെ കണ്ണിൽ ഉണ്ണിയായിട്ട് വളർത്തുന്നതിൻ്റെ മറ്റേ വഴുതനയാണ്. അതാണെങ്കിൽ ആരാണ്ട് അവിടെ ഇളക്കി മാന്തി ഈ തുളസീനെ എവിടെയെങ്കിലും വെയിലുള്ളിടത്ത് കൊണ്ട് വെക്കണം. ഞാൻ മാന്തിയില്ല, എനിക്കറിയാം. ഇതാ ഈ മമ്മി ഓ അവിടെ ഇവിടെ കിടക്കണ എല്ലാം ഒഴിച്ച് തലയിലോട്ട് വെക്കും. ഞാൻ മമ്മി ചെയ്തെന്ന് വല്ല പറഞ്ഞായിരുന്നോ? ഞാൻ കണ്ടില്ല എൻ്റെ പോയിനെ. ഞാൻ അയലക്കത്തോടെ എന്തെങ്കിലും ഒരു വെടിപ്പടക്കം പോയാൽ മമ്മി അറിയ ഇങ്ങോട്ടും അതിൻ്റെ നെഞ്ചത്തോട്ട് വന്ന് പൊട്ടിച്ചിട്ട് പൊക്കോളാം. ഇത് കൂടി സാധനം എൻ്റെ ചേച്ചിയുടെ കലാപരിപാടി കേട്ടോ. എവിടെ നിന്നൊക്കെയോ കുറേ റോസേ എന്താ മറ്റേ ജമന്തി എന്നൊക്കെ പറഞ്ഞ നമുക്കുണ്ടായി. കാശ് കൊടുത്ത് മേടിച്ച് നട്ടിട്ട് സാധനം പോയി. ഇല്ല ഇതുണ്ടോ എനിക്ക് അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ ഇവിടെ ഒരു വലിയ പേരത്തോട്ടം എനിക്ക് നിർമ്മിക്കണം. അതിന് നാടൻ പേരയുടെ ഇതാ മുളപ്പിക്കായിട്ടൊക്കെ. അതിൻ്റെ അകത്ത് അല്ലാത്ത ഈ ഇങ്ങനെ ഉരുണ്ട് വരുന്ന ആപ്പിൾ പേരയില്ലേ അതിൻ്റെയൊക്കെ ഇതുണ്ട്. ആപ്പിൾ പേര പോലത്തെ ഇല്ലേ അതിൻ്റെയും കൂടെ കുരു മുളപ്പിക്കായിട്ടുണ്ട്. ഇതിപ്പോൾ മിക്കവാറും ഇതിൻ്റെ ഇരിപ്പ് വശം കണ്ടിട്ട് ഇതാണെന്ന് എനിക്ക് തോന്നണേ, നാടനാണെന്നാണ് തോന്നണത്. ഉണ്ട് തുളസി എനിക്കിവിടെ ഹായ് റോസമ്മേൽ പൂവുണ്ട്. ആമ്പലും പൂ ഇപ്പം എന്നും ഇടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇത് റോസമ്മ. പാശമുട്ടൊക്കെ കയറി പോണു. ആമ്പലമ്പൂ വെയിൽ കൊണ്ടാണോ അത് മുട്ടിയിട്ട് വിരിഞ്ഞതാണിട്ട്. ഈ ഇരുക്കൂട്ട ആമ്പലൊക്കെ ഒറ്റ ദിവസത്തെ തന്നെ ഉള്ളൂന്ന് എനിക്ക് ഡൗട്ട്. 1-2 ദിവസം നിന്നിട്ട് അതിങ്ങനെ പോകുക. അങ്ങനെയാണോ? ഞാൻ ഇവിടെയും വെള്ള ഇത് നട്ടായിരുന്നു തുളസി. അതുണ്ടല്ലോ അതിൻ്റെ ഞാൻ അത് പോയെന്നാണ് ഓർത്തത്. ഇത് എന്ത് ചെയ്താൽ പൂവുണ്ടാവില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറേ വളവും ഒക്കെ ഇട്ട് സുന്ദരിമണിയാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു സാധനത്തെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. ഇഷ്ടംപോലെ നിത്യക്കറിയനുണ്ടായി കിടക്കുക. ഞാൻ എൻ്റെ ഈ വിരലില്ലേ ഈ വിരലിൻ്റെ ഇത്രയൊക്കെ നീട്ടം വരുന്ന എന്താ നിത്യക്കറിയനാണ്. ഇത് കറക്റ്റ് കറി വെക്കാൻ ഒരു ഇളം പരിവ് അയക്കണം. ഇതുണ്ടോ വലുതാ കോവയ്ക്കാനേക്കാട്ടിലും ഒക്കെ വലുതാണ്. നല്ല നീട്ടമുള്ളതാണേ. ഇതിൻ്റെ ഇടയ്ക്കല്ല ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ട്. 1-2 കറിക്കുള്ളതുണ്ട്. എന്നും ഉണ്ടാകും. നിറച്ചുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കായ്കൾ കണ്ടോ ഇഷ്ടംപോലെ. ഇത് പൂവുണ്ടാകാൻ പോവുക. എന്താ ചതുരപ്പയറും പയറും ഉണ്ട്. ഇങ്ങനെ കുറേ സാധനമുണ്ട് മക്കളെ.
ഞാൻ കറിവേപ്പ് നട്ട് വെച്ചേക്കണാണ്. എനിക്ക് കോഴിയുണ്ട്. ഞാൻ പാണ്ടിക്കോഴീനെ മേടിച്ചതാ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഴിപ്പൂവൻ. ഈ ചേച്ചിയുടെ കരിങ്കോഴിയാണ്. ഒന്നും മുട്ടയിടുന്നില്ല. 1-2 തവണ കണ്ടിട്ടുള്ളൂ. ഇതാണ് എൻ്റെ കുഞ്ഞു പുതിയ അതിഥി പെണ്ണുങ്ങൾ. താറാമേ താറാമേ. അതിന് കൊട്ടയ്ക്കകത്ത് വെള്ളം ഇട്ട് വെച്ചേക്കാം. പുളി നനയൊക്കെ ഉണ്ട്. നല്ല വൃത്തിയാണ്. ഇനി താറാപ്പെണ്ണുങ്ങളെ എന്നീ പെണ്ണുങ്ങളെ ഉറങ്ങുവാണോ? താറാപ്പെണ്ണുങ്ങളെ മുട്ടയിട്ട് തരാറായോ നിങ്ങൾ? അമ്മം